അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. പാദത്തിന് ഇതിനായിട്ട് ഞാനിവിടെ 2 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ 2 ഓറഞ്ചും രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ജ്യൂസ് നമുക്ക് എടുക്കണം. മിക്സിയിലൊന്നും വെച്ച് അടിച്ച് ജ്യൂസ് എടുക്കരുത്, എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഹാൻഡ് സ്ക്യൂസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാൻഡ് സ്ക്യൂസർ വെച്ചിട്ട് ജ്യൂസ് പിഴിഞ്ഞെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുത്താലും മതി. സാധാരണ നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞെടുക്കുന്ന പോലെ പിഴിഞ്ഞെടുത്താലും മതി. ഇതിന്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ച് എടുക്കാം. ഞാനിപ്പോ ഹാൻഡ് സ്ക്യൂസറിൽ വെച്ചിട്ട് സ്ക്യൂസ് ചെയ്താണ് ഈ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ മുഴുവൻ ജ്യൂസും നമുക്ക് പിഴിഞ്ഞ് കിട്ടും. ഇപ്പൊ കണ്ടില്ലേ, ഹാൻഡ് സ്ക്യൂസറിൽ വെച്ച് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് എല്ലാ ജ്യൂസും പിഴിഞ്ഞ് കിട്ടും. ഇത് നമുക്ക് ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് റോബസ്റ്റ പഴമാണ്. റോബസ്റ്റ പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്തിട്ടുള്ള പഴം നോക്കിയെടുക്കുക. പച്ച റോബസ്റ്റ പഴം ആണെന്നുണ്ടെങ്കിൽ ഒരു കറച്ചവ ഉണ്ടാവും. ഞാനിപ്പോൾ മീഡിയം സൈസ് 2 റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള നല്ല റോബസ്റ്റ പഴമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ഈ റോബസ്റ്റ പഴത്തിന്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പഴം റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റോബസ്റ്റ പഴം കട്ട് ചെയ്തെടുത്തത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഓറഞ്ച് ജ്യൂസ് സ്ക്യൂസ് ചെയ്തെടുത്തത് കപ്പിലാണെന്നുണ്ടെങ്കിൽ 250 ml കപ്പിന് 1 കപ്പ് ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പയിൽ കൂടെ അരിച്ചിട്ടെടുക്കുക. ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് കോൺഫ്ലോർ ബൗളിലേക്ക് ഇടാം. ഇനി ഈ കോൺഫ്ലോറിലേക്ക് കുറച്ചായിട്ട് പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കലക്കിയെടുക്കുക. ഒരുമിച്ച് ഒഴിക്കരുത്. 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് ഒഴിക്കുക, എന്നിട്ട് നല്ലോണം കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുമിച്ച് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടകൾ ഉടഞ്ഞു കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഒരു വിസ്ക് വെച്ചിട്ടോ ഒരു തടിത്തവി വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടില്ല, അവിടെ ഇവിടെ ആയിട്ട് കട്ടകൾ പോലെ കിടക്കും. ഇനി ബാക്കി പാലും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കട്ടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടെ അരിച്ചിട്ടെടുക്കുക. നമ്മൾ അടിച്ചു വെച്ച ഓറഞ്ചും പഴവും ഇല്ലേ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എത്ര കപ്പുണ്ടെന്ന് അളന്ന് കാണിച്ചു തരാം. 250 ml കപ്പിന് 1 കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അടിച്ചെടുത്തത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ പാക്കറ്റിൽ നിന്നും വാങ്ങുന്ന പാലാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന പാലുണ്ടല്ലോ, പാക്കറ്റ് അല്ലാത്ത പാലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിയിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മൾ ഓറഞ്ച് ജ്യൂസൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് ചെയ്യാം. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു 100 ml ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. കണ്ടൻസ് മിൽക്ക് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതാണ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ കണ്ടൻസ് മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ പഞ്ചസാര മാത്രം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നോക്കുക. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം മധുരമുണ്ട്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കണ്ടൻസ് മിൽക്കോ പഞ്ചസാരയോ ചേർക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കണ്ടൻസ് മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. കറക്റ്റ് പാകത്തിനുള്ള മധുരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് യെല്ലോ ഫുഡ് കളർ ഒരു 2 നുള്ള് ചേർക്കുകയാണ്. കൂടുതലായി പോകണ്ട, ഒരു 2 നുള്ളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തത് ഒരു കടായിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കാം.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസോ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. നമ്മൾ കോൺഫ്ലോർ അല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ചെറിയ ചെറിയ കട്ടകൾ പോലെ വരും. അതൊന്നും കുഴപ്പമില്ല. എല്ലാം ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് കട്ടകളെല്ലാം മാറിക്കോളും. അതുപോലെ കട്ടകളായി വരുന്ന സമയത്ത് ചെറിയ ചെറിയ കട്ടകളായി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ കട്ടകളെല്ലാം ഉടഞ്ഞ് ഇതുപോലെ കുറുകി തിള വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കുക. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും ഹെൽത്തിയുമാണ്. നമ്മൾ ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് ഇതുപോലെ തിള വരണം. കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് കറക്റ്റ് പാകത്തിന് ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കേക്ക് ടിന്ന് വേണോ നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക, കുറച്ച് ബട്ടറോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് ലെവൽ ചെയ്തെടുക്കുക. സ്പാച്ചില വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലെവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. അതിൻ്റെ ചൂടൊന്ന് മാറട്ടെ. ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ചൂട് നല്ലതുപോലെ മാറിയതിന് ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലിംഗ് റാപ്പ് എടുത്ത് മാറ്റാം. ഇതിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് ഇട്ടുള്ളത്. അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്താലും മതി. ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ അതാ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊന്നും വിടിയിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം വിട്ടിരിപ്പുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് വിതറി കൊടുക്കുകയാണ്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ നല്ല ഒരു ഭംഗിയായിട്ടിരിക്കും നമ്മളിത് കൊടുക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടേണ്ട ഒന്നും ആവശ്യമില്ല. ഒന്ന് ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കുക. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. തേങ്ങയുടെ ആ വെള്ള ഭാഗം ചിരകി എടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. നിറം മാറരുത്. എന്നിട്ട് അതിൻ്റെ ചൂട് മാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. എല്ലാ വശങ്ങളിലും ഇതുപോലെ ആക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഡെസിക്കേറ്റഡ് കോക്കനട്ട് വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം. നല്ല സ്മൂത്തായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും അതുപോലെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്തും ഇതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. നല്ല ജെല്ലി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ പുഡിങ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്